വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഒരു ആഗ്രഹം എല്ലാവർക്കും കൂടെ പുറത്തോട്ടൊന്ന് പോവാന്ന്. പുറത്തോട്ട് പോവാന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇതാ കിടക്കണ എല്ലാം കൂടെ പോവാം 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 പോവാം. അപ്പോഴത്തേക്ക് ഞാൻ ഇവള് റെഡി ആവണ്ടിട്ട് ചോദിക്കണേ എവിടെ പോകണോ എവിടെ പോകണം. അല്ല പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരി വാ. അങ്ങനെ എല്ലാവരും കൂടെ എല്ലാം കൂടെ വലിച്ചു കയറ്റിയൊക്കെ ഇട്ട് ചെരുപ്പും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ട് നേരെ ബീച്ചിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. ബീച്ചിൽ പോകേണ്ടി ഇറങ്ങുമ്പോൾ രണ്ടും കൂടെ കയറി നേരെ കയറി വണ്ടി കയറി കയറുന്നു. ആദ്യമേ ഇവിടെ നോക്കി നിൽക്കുന്നത് എന്താണെന്ന് അറിയുമോ? ബീച്ചിലെത്തിന് ശേഷം ഐസ്ക്രീം ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം. ഇതവിടെ ബീച്ചിൽ കണ്ടൊരു കാഴ്ചയാണ്. അവിടെ കടലിൽ പണിക്ക് പോകുന്ന വള്ളങ്ങൾ കടലിൽ നിന്ന് തിരിച്ച് വലിച്ച് കയറ്റാനും കരയിലിരിക്കുന്ന വള്ളങ്ങൾ തിരിച്ച് വെള്ളത്തിലോട്ട് അത് കടലിലോട്ട് ഇറക്കാനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വണ്ടി. അതിൻ്റെ കാഴ്ച കണ്ടപ്പോഴത്തേക്കൊന്നും എടുക്കണമെന്ന് തോന്നി, ചുമ്മാ ഒന്ന് എടുത്ത്. പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു എല്ലാവർക്കും. ബീച്ച് മൊത്തത്തിൽ ചുമ്മാ ഒന്ന് കറങ്ങിയൊക്കെ കണ്ട്. ബീച്ചെന്ന് വെച്ചാൽ ഇപ്പം ആകെപ്പാടെ കുളമായി. ഹാർബറിൻ്റെ പണി നടക്കണതുകൊണ്ടും പിന്നെ വേലിയൊക്കെ കയറി വെള്ളമൊക്കെ കിടക്കണതുകൊണ്ടും ഒക്കെ പണിയായി കിടക്കുകയാണ്. ഇത് പിന്നെ അറിയാമല്ലോ, പിള്ളേർക്കും വല്ലതും വാങ്ങിച്ചാൽ അവക്കും വാങ്ങിക്കണം. ഐസ്ക്രീം ആയാലും ശരി, മുട്ടായി ആയാലും ശരി. പിള്ളേരെല്ലാവരും കൂടെ ഹാപ്പിയായി. കാരണം കടപ്പുറത്തൊക്കെ പോവുക, മണ്ണിൽ കളിക്കുക, വെള്ളത്തിൽ കളിക്കുക എന്നുള്ളത് പിള്ളേർക്ക് പണ്ട് മുതലേ ഉള്ളൊരു ഹോബിയാണ്. എനിക്ക് തോന്നുന്നു ജനിച്ച് ഏകദേശം 1 വയസ്സ് 2 വയസ്സ് അങ്ങനെയല്ലല്ലോ, ഏകദേശം അറിയാമല്ലോ, കളിപ്രായം തുടങ്ങിയ സമയം മുതൽ രണ്ടിനും മണ്ണിലും വെള്ളത്തിലും കളി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹോബിയാണ്. അവർ രണ്ടും കളിക്കുന്നിട്ട് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ ചുറ്റും എന്തായാലും ബീച്ചിൽ വന്നില്ലേ, എല്ലാം കൂടെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കാണ് ആ കപ്പലൊക്കെ കണ്ടത്. പിന്നെയുള്ള ഈ സാധനം ഇത് കണ്ടോ, ഒരു മേൽക്കൂര മണ്ണിൻ്റെ അടിയിൽ ആരെങ്കിലും കുഴിച്ചിടുമോ? മേൽക്കൂര മണ്ണിനടിയിൽ കുഴിച്ചിട്ട സംഭവമൊന്നുമല്ല. ഇത് സംഭവം ഓഗി പാർക്ക് അവിടെ പണിതാണ്. അതായത് കടലിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്ററെങ്കിലും, 200 ആവില്ല, 100-150 മീറ്ററിനപ്പുറത്തായിട്ട് ഒരു പാർക്ക് കെട്ടി. അതായത് ഒരുപാട് കടൽ തീരം, അതായത് കടപ്പുറം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അതിപ്പം ഈ വേലി കയറി 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 നശിച്ച് ആ ഓഗി പാർക്ക് ഫുള്ളായിട്ട് മണ്ണിനടിയിൽ പോയി. അതാണ് ആ സംഭവം. ചേച്ചി കാണിക്കാൻ നോക്കിയോ, ഇരുന്ന ഇരിപ്പിൽ വരയ്ക്കുന്നുണ്ടോ? എന്താണെന്ന് മനസ്സിലായോ? ലവ്. ഒറ്റ ഇരിപ്പിലിരുന്ന് അങ്ങ് വരച്ച് കളഞ്ഞു. കരയിലിരിക്കുന്ന വള്ളങ്ങളെല്ലാം എന്തിനാണ് ഈ നങ്കൂരിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? അതായത് വേലി കയറണമെന്ന് ഞാൻ പറഞ്ഞില്ല, കണ്ട വെള്ളങ്ങൾ കിടക്കണില്ല ഹാർബറിൽ. ബീച്ചിലോട്ട് കയറുന്ന വഴിയിൽ മൊത്തം വെള്ളം കെട്ടി വേണ്ട, വെള്ളമൊക്കെ കെട്ടി കിടക്കണില്ലേ. ഇത് ഈ വേലി കയറിയതാണ്. അപ്പോൾ ഈ വേലി കയറുന്ന സമയത്ത് ഈ കരയിലിരിക്കുന്ന വള്ളങ്ങളൊന്നും അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആങ്കർ കരയിലിരിക്കുന്ന വള്ളങ്ങളെ ഇട്ടിരിക്കുന്നത്. ഇത് അവിടെയുള്ള ആൾക്കാർ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നു, പണിക്ക് പോകുന്ന കാര്യങ്ങളും ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല, എന്തിനാണ് അവസ്ഥ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചേച്ചി ഇരുന്ന് വരച്ചെന്ന്, ഒറ്റ എരിവിൽ വരച്ചത്. ഇരുന്നങ്ങ് വരച്ച് കളഞ്ഞവരില്ല. പിന്നെ ഈ രണ്ടുപേർക്ക് ഇവർക്കൊരു മണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മു, മണ്ണിൽ കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ, കളിപ്രായം തുടങ്ങിയ മുതലേ മണ്ണും വെള്ളവും ഒരു രക്ഷയില്ല. ഒരു മുമ്പ് കൊണ്ടുപോകുമ്പോഴത്തേക്കും മണ്ണ് തലയിൽ കൂടെ വാരി എറിയി വരുന്നു. പരസ്പരം ഒരു ഹോബിയാണ്, ഒരു രസമില്ലേ? മണ്ണ് തിരിച്ച് വാരി വാരി എറിയുക, തിരിച്ച് നമ്മളെ വീട്ടിലെത്തിയിട്ട് അതിനെ ചുരണ്ടി ഇളക്കി കഴുകുക. നമുക്കൊരു ജോലി, അവർക്കൊരു രസം. മറ്റവൻ കടലിലൊക്കെ മണ്ണെടുത്തിരിക്കുന്നു, ദേഷ്യം. ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടിനും കൂടെ കാല് നനയ്ക്കണം. പിന്നെ പിള്ളേരല്ലേ, ആഗ്രഹമൊക്കെ പറഞ്ഞില്ലേ, എപ്പോഴൊക്കെ വീട്ടിൽ ഇരുന്ന പിള്ളേർ. കടലൊക്കെ കാല് നനയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാര്യ പറഞ്ഞു, കടലൊന്നും പോകണ്ട, കടൽ വേലി കയറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പിള്ളേരല്ലേ നോക്കിക്കോളാന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ അവരുടെ പിറു കൊടുത്തുകൊണ്ടൊക്കെ ഇരുന്നു. അറിയാമല്ല, രണ്ടിനും വെള്ളവും മണ്ണും എന്നൊക്കെ പറഞ്ഞ് എത്തി ഇഷ്ടമാണ്. പിന്നെയും ചാടിച്ചാടി വന്നു, മതിയെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെയും ചാടിച്ചാടി വന്നു. ഇതാ ചാടണണ്ട, ഇതാ കിടക്കണം.
ഇതോടുകൂടി അവളെ ചാട്ടം തീർന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഹാർബറിലെ ഹാർബർ പണിക്ക് വേണ്ടിയിട്ട് കല്ലുകൾ കൊണ്ടിട്ടിരിക്കുന്നതാണ്. ഏകദേശം എൻ്റെ പൊക്കമുണ്ട് ഈ കല്ല് നേരെ വയ്ക്കുകയാണെങ്കിൽ. പക്ഷെ ഇപ്പം എൻ്റെ ഇടുപ്പിൻ്റെ അത്രേ ഉള്ളൂ, കാരണം അത്രയ്ക്കും മണ്ണിൽ താന്നു പോയി. ഈ വേലിയും മണ്ണും എല്ലാം കൂടെ കയറിയേ. ഇവള് ഇരുന്നെങ്കിൽ ചിരിക്കടി, ഞാൻ വീഡിയോ എടുക്കണേ കാണുമ്പോഴത്തേക്കും. കാരണം നേരത്തെ ചേട്ടൻ ചോദിച്ചു, നീ എന്ത് യൂട്യൂബ് തുടങ്ങാൻ പോകണം വീഡിയോ ഇടണം കണ്ടിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇവള് എന്നോട് ചോദിക്കണം ഓരോ കാര്യങ്ങൾ. എന്നിട്ട് ഇടയ്ക്കൂടെ എൻ്റെ അടുത്തൊരു മണ്ടത്തരമല്ല, എൻ്റെ അടുത്തൊരു ചോദ്യം, ഈ കല്ലിന് ഏകദേശം എത്ര കിലോ വെയിറ്റ് കാണുമെന്ന്. ഞാൻ പറഞ്ഞു അവളുടെ അടുത്ത് തൂക്കി നോക്കാൻ പറഞ്ഞു. ആ കല്ലിനെ കണ്ട് നമുക്കറിയാൻ പറ്റും അതിന് എത്ര കിലോ ഉണ്ടെന്നൊക്കെ. ഇതാ ഓടണുണ്ടോ? ഇത് തന്നെയാണ് വന്ന് ഈ പറഞ്ഞ പിള്ളേരെയും കൊണ്ടൊക്കെ വന്ന് ഈ പറഞ്ഞ കടലും കായലിലും ഒക്കെ ഒരുമിച്ച് കളിക്കാനും കുളിക്കാനും അതുപോലെ ഈ കടൽ മണ്ണിൽ കളിക്കാനും ഒക്കെ പറ്റിയ നല്ല സ്ഥലമാണിത് പൊടിയൂരെന്ന് പറയുന്നത്. അതായത് ഒരു സൈഡ് കടലും മറ്റേ സൈഡ് കായലും, അതിന് നടുക്ക് കടപ്പുറം. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയിൽ കൂടെ ഈ പറയുന്ന വള്ളങ്ങൾ, അവിടെ പണിക്ക് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ അവിടെ ആൾക്കാരൊക്കെ പണിക്ക് പോകുന്ന കാഴ്ച, വെളുപ്പം രാവിലെയൊക്കെ ആണെങ്കിൽ പണിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന കാഴ്ച. അവിടെ ഓരോ ആൾക്കാരൊക്കെ റെസ്റ്റ് എടുക്കാനിരിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. ബീച്ചല്ലേ, ബീച്ചൊക്കെ ആകുമ്പം അറിയാമല്ലോ, ആൾക്കാർക്ക് വരാനും റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണ്. ഞങ്ങൾ നടന്നിങ്ങ് എത്തി കേട്ടോ കായലിൻ്റെ അടുത്ത്, എന്നിട്ട് അവൾക്ക് നടന്നു വരാറായില്ല. അപ്പോൾ പൊടിയൂർ ബീച്ചിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് പോവാം, എൻജോയ് ചെയ്യാം, ആസ്വദിക്കാം ഫാമിലിയായിട്ട്. ഓക്കെ, ബൈ.